ഇത് അന്ന് നമ്മൾ നട്ട ടൊമാറ്റോ ചെടി വളർന്ന് നിറയെ കായും പൂവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. ഒന്നും പഴുക്കാൻ തുടങ്ങിയിട്ടില്ല, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പൂക്കളുമുണ്ട്. കണ്ടോ, നിറച്ചും കായാണ്. ഇതിന് ചുവട്ടിൽ ഞാൻ വെള്ളം എന്നും രാവിലെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ കാ ഉണ്ടാകുന്ന സീസൺ ആയതുകൊണ്ട്, തക്കാളിക്ക് ഉണ്ടാകുന്ന സീസൺ ആയതുകൊണ്ട് നിറച്ചും വെള്ളം ആവശ്യമുണ്ട്. അപ്പം ഇതിന് നല്ല നനവ് വേണം ഈ മണ്ണിൽ. ഇപ്പോൾ രാവിലെ ഒഴിച്ചു കൊടുത്താൽ ഇപ്പോൾ ഒരു 11-12 മണി ആയപ്പോഴത്തേക്കും നല്ലപോലെ വലിഞ്ഞു. മണ്ണിൽ നല്ല നനവ് വേണം. പിന്നെ നമ്മൾ ആഴ്ചയൊരിക്കൽ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ടൊമാറ്റോ ഫുഡ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. നല്ല സപ്പോർട്ട് കൊടുക്കണം. കാരണം ഇത് ഇത്രയും ഹെവി ആയിട്ടുള്ള ടൊമാറ്റോസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഈ തണ്ടിനധികം ബലമില്ല, ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല മുള വെച്ചുള്ള സപ്പോർട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഇലകൾ വരുന്നത് ഒത്തിരി ഇരുട്ടായിട്ട് ഈ ടൊമാറ്റോയിലോട്ട് വെയിലടിക്കാതെ അത് തടയും. അതുകൊണ്ട് അങ്ങനത്തെ ഈ തണ്ടിൻ്റെ പകുതി വെച്ചിട്ട് മുറിച്ച് കളഞ്ഞാൽ മതി. മൊത്തം ഇല കട്ട് ചെയ്യണമെന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ. ഇവിടെയൊക്കെ അധികം ഇല വന്നതും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഒത്തിരി ഷൂട്ട് വരും ഈ സൈഡിൽ നിന്ന്. ഇതുപോലത്തെ എക്സ്ട്രാ ഷൂട്ടുകൾ വരുന്ന ഇങ്ങനെ ഒടിച്ചങ്ങ് കളഞ്ഞേക്കണം. നമുക്കിത് വേണ്ട. ഉണ്ടോ, ഇത് നമുക്കിനി വേണ്ട. ഇത് ഒടിച്ച് കളഞ്ഞേക്കണം. ഇത് ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അതിന് വളമായിക്കോളും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്ലാന്റിൽ നിറച്ചും ടൊമാറ്റോയാണ്. കണ്ടോ, നമ്മൾ കുഴിച്ചു വെച്ചിട്ട് നമ്മൾ നട്ട ടൊമാറ്റോ പ്ലാന്റിൽ ഇങ്ങനെ കായുണ്ടായി വളർന്നു വരുന്ന കാണാനായിട്ട് ഒത്തിരി സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോഴും നിറയും പൂക്കളും ചെറിയ കായ്ക്കളും വന്നുകൊണ്ടിരിക്കുന്നു.